നമസ്കാരം. അംബേദ്കർ എന്ന പേരിനോട് ചിലർക്ക് അലർജി. അമിത്ഷായെ വിമർശിച്ച് ടി.വി.കെ പ്രസിഡന്റ് വിജയ്. ഡോക്ടർ ബി.ആർ. അംബേദ്കറിനെതിരായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശത്തിൽ വിവാദം പുകയുമ്പോൾ വിമർശനവുമായി നടൻ വിജയ്. അംബേദ്കർ എന്ന പേരിനോട് ചിലർക്ക് അലർജിയാണെന്നും മഹത്തായ ആ നാമം സന്തോഷത്തോടെ ഉച്ചരിക്കാമെന്നും വിജയ് എക്സിൽ കുറിച്ചു. അംബേദ്കറിനെ അപമാനിക്കാൻ നാം ഒരിക്കലും അനുവദിക്കരുതെന്നും അദ്ദേഹത്തെ അപമാനിച്ച അമിത്ഷായുടെ നടപടിയെ തമിഴക വെട്രിക്കഴകത്തിന്റെ പേരിൽ ശക്തമായി അപലപിക്കുന്നുവെന്നും വിജയ് കൂട്ടിച്ചേർത്തു. അംബേദ്കർ എന്ന പേരിനോട് ചിലർക്ക് അലർജി ഉണ്ടാകാം. സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിച്ച ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളാലും ഉയർത്തിപ്പിടിക്കപ്പെട്ട സമാനതകളില്ലാത്ത രാഷ്ട്രീയ ഭൗതിക വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അംബേദ്കർ. അദ്ദേഹത്തിന്റെ നാമം ഹൃദയം കൊണ്ടും അധരങ്ങളും സന്തോഷത്തോടെ ഉച്ചരിക്കട്ടെ. അദ്ദേഹത്തെ അപമാനിക്കാൻ നാം ഒരിക്കലും അനുവദിക്കരുത്. തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ പേരിൽ അംബേദ്കറെ അപമാനിച്ചതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ നടപടിയെ ഞാൻ ശക്തമായി അപലപിക്കുന്നു, വിജയ് എക്സിൽ കുറിച്ചു. ചൊവ്വാഴ്ച രാജ്യസഭയിലാണ് അംബേദ്കറെ കുറിച്ച് അമിത്ഷാ വിവാദ പരാമർശം നടത്തിയത്. അംബേദ്കർ 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 എന്നിങ്ങനെ പറയുന്നത് ഫാഷൻ ആയിരിക്കുന്നു. ഇതിനു പകരം ദൈവത്തിന്റെ പേരാണ് കോൺഗ്രസ് പറയുന്നതെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഇടം കിട്ടുമായിരുന്നു എന്നാണ് ഷാ പറഞ്ഞത്. ഭരണഘടനാ ചർച്ചയ്ക്ക് മറുപടി നൽകുമ്പോഴാണ് അമിത്ഷായുടെ പരാമർശം. പിന്നാലെ ഡോക്ടർ അംബേദ്കറിൽ പ്രധാനമന്ത്രിക്ക് വിശ്വാസമുണ്ടെങ്കിൽ അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടിരുന്നു. അംബേദ്കറുടെ ആശയങ്ങളെയും ഭരണഘടനയെയും തരം താഴ്ത്താനാണ് ബി.ജെ.പി ശ്രമമെന്ന് രാഹുൽ ഗാന്ധിയും ആരോപിച്ചു. തൃണമൂൽ എം.പി. ഡെറിക് ഒബ്രിയാൻ ഷായ്ക്കെതിരെ സഭയിൽ അവകാശ ലംഘനം നോട്ടീസ് നൽകി. അംബേദ്കറെ അവഹേളിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് ആരോപിച്ച് അമിത്ഷായ്ക്ക് പ്രതിരോധം തീർത്ത് പ്രധാനമന്ത്രിയും ബി.ജെ.പി നേതാക്കളും അണിനിരന്നു. അംബേദ്കറുടെ പാരമ്പര്യം നശിപ്പിക്കുന്നതിന് ഹീനമായ തന്ത്രങ്ങൾ കോൺഗ്രസ് പ്രയോഗിച്ചെന്നും മോദി എക്സിൽ ആരോപിച്ചു. അംബേദ്കറെ അവഹേളിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അമിത്ഷാ പത്രസമ്മേളനം വിളിച്ച് വിശദീകരിച്ചു. അസത്യ പ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അംബേദ്കറുടെ പൈതൃകം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്ക് പ്രത്യാശയുടെ വെളിച്ചമാണെന്നും സാമൂഹിക അനീതിക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമാണെന്നും വിജയ് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. പകരം വയ്ക്കാനില്ലാത്ത രാഷ്ട്രീയ ഭൗതിക വ്യക്തിത്വമാണ് അംബേദ്കറിന്റേതെന്നും അദ്ദേഹം രാജ്യത്തെ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുമാണെന്ന് വിജയ് പറഞ്ഞു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കും.